പൊന്നാര ചങ്ങായിമാരെ, ഞാനൊരു ഫോട്ടോ ഇതിൽ പോസ്റ്റ് ചെയ്യപ്പോൾ അതിൻ്റെ അടിയിൽ വന്നിട്ട് കുറച്ച് മൂരിയാളുണ്ട്, കുറച്ച് മമ്മിക്കും ഡാഡിക്കും വിളിച്ചിട്ട് ഈറ്റങ്ങളെ അവസ്ഥ വല്ലാത്തൊരു അവസ്ഥ തന്നെ കേട്ടാ. ഈറ്റങ്ങളെ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട് മുസ്ലിം ലീഗിന് വോട്ട് ചെയ്താൽ സ്വർഗത്ത് കിടക്കുമെന്ന് പറഞ്ഞിട്ട് ഇവര് സ്വർഗത്തിലാണ് ഇന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ വന്നിട്ട് മമ്മിക്കും ഡാഡിക്കും വിളിക്കുന്നത്. ആരാ ഇതൊന്നും ഈറ്റങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക? വല്ലാത്തൊരു കഥ തന്നെ കേട്ടാ. അതിന് ആരതിനില്ലത്? ഡാഡി മരിച്ചിട്ട് കരഞ്ഞിട്ടില്ല, ബ്രദർ മരിച്ചിട്ട് കരഞ്ഞിട്ടില്ല, മുസ്ലിം ലീഗിന്റെ കൊടി നിലത്ത് വീണപ്പോഴാണ് കരഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞത്. വല്ലാത്തൊരവസ്ഥയാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം, എടാ പൊട്ടന്മാരെ, ഇപ്പം ഞാനായാലും നിങ്ങളായാലും മാർക്കറ്റിന് വോട്ട് ചെയ്താലും ലീഗിന് വോട്ട് ചെയ്താലും സ്വർഗത്ത് കിടക്കൂല. അതിന് നമ്മൾ ഇവിടെ നിന്ന് നല്ല നല്ല കാര്യങ്ങൾ നല്ല നല്ല അമലുകൾ ചെയ്താൽ മാത്രമേ സ്വർഗത്ത് കിടക്കുള്ളൂ. പിന്നെ നിങ്ങളെ പ്രശ്നം എന്താണ്? വി അബ്ദുറഹ്മാൻ പറ്റിച്ച് നടത്തി മെസ്സിനെ കൊണ്ടുവരാൻ നടത്തുക. എടാ മണ്ടന്മാരെ, നിങ്ങളെ കാലങ്ങളായിട്ട് നിങ്ങളെ MLA പറ്റിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം നിന്നീന്ന് അതേ MLA ഇപ്രാവശ്യം നിൽക്കുന്നത്. ഞാനിപ്രാവശ്യം അവിടെ ഇലക്ഷൻ ടൈമിൽ ഉണ്ടായിരുന്നല്ലോ. ഞാൻ അവിടെയൊക്കെ വീഡിയോസും കാര്യങ്ങളും ഇതൊക്കെ ഞാൻ എല്ലാ സ്ഥലങ്ങളും കണ്ടിരുന്നു. എന്താണ് ഒരു വികസനം അവിടെ കൊടുത്തിട്ടുള്ളത്? ആ തിരൂർ ആ വെട്ടത്തേക്ക് ആ പോണടുത്ത് റോഡുണ്ട്. ഒരു വണ്ടി ഇവിടുന്നിട്ട് വരുമ്പോൾ ഈ വണ്ടി ഇവിടെ നിൽക്കണം, ഈ വണ്ടി ഇവിടെ പോകുമ്പോൾ ആ വണ്ടി ഇവിടെ നിൽക്കണം. എത്ര അംഗനവാടികൾ, കുട്ടികളൊക്കെ കാട്ടിലാണ് കിടക്കുന്നത്. എന്തിനു പറയുന്ന കള്ളിയത്ത് ഹോസ്പിറ്റലിൽ അവിടെ ഒരു തൂക്കുപാലുണ്ട്. അത് 2012 2013 ആ തൂക്കുപാലം വന്നിട്ടില്ല. അന്ന് ഇതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും സ്കൂൾ കുട്ടികൾ പോണ അവസ്ഥകൾ കണ്ടിട്ടുണ്ടോ? തുരുമ്പ് പിടിച്ച് കിടക്കുകയാണ്. അത് ഇതുവരെ തിരിഞ്ഞു പോയില്ല. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ അത് ശരിയാക്കി തരാമെന്നുണ്ടല്ലോ വോട്ട് വാങ്ങിയത്. തിരിഞ്ഞു നോക്കിയിട്ടുണ്ട് ആ ഭാഗത്തേക്ക്. അവിടെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ദ്വീപ് പോലെയാണ് നിൽക്കുന്നത്. അറിയോ? ഇതൊക്കെ ആരോട് പറയുന്നത്? പിന്നെ മെസ്സിനെ കൊണ്ടുവരാൻ പറ്റിച്ചാണ്. എടാ പൊട്ടന്മാരെ, മെസ്സി വരുന്നത് നമ്മളെ തിരൂർ മണ്ഡലത്തേക്കാണ്. ആദ്യം നേരെ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് അവിടുന്ന് ട്രെയിനിൽ കയറിയിട്ട് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടുന്ന് ആ ഫുട്പാത്തിന് മേലെ കൂടി നടന്ന് സ്റ്റാൻഡിൽ കൂടി അങ്ങനെ വന്നിട്ടായിരുന്നു അവിടെയൊക്കെ കറങ്ങിയിട്ട് നേരെ ഗ്രൗണ്ടിൽ പോകാനുള്ള ഉദ്ദേശം. നിങ്ങൾ ആദ്യം ആ തിരൂർ സ്റ്റാൻഡും ആ റോഡും ആ പാലം തൂക്കുപാലൊക്കെ ഒന്ന് ശരിയാക്കി. നിങ്ങൾ എന്നിട്ട് ഇതിന്റെ പിന്നാലെ കമന്റ് ഇട്ടുണ്ട് അല്ലേ? പിന്നെ ഇവർക്ക് ഇന്നോടുള്ള ദേഷ്യം എന്താ പറയുക? ഇവിടെ കുറച്ച് ചുള നല്ലോണം ഇറങ്ങിയിട്ടുണ്ട് ഇപ്രാവശ്യം. പഴയതൊക്കെ എങ്ങനെയെന്ന് വരാത്ത പോലെ വന്നിട്ട് ഇവിടുന്ന് തിരൂരിന്ന് കുറ്റിപ്പുറത്തേക്ക് ഒരു ട്രെയിൻ യാത്ര നടത്തുന്നിട്ട് ഇങ്ങനെ ടാറ്റ കാണിച്ചു കൊടുക്കും. അത് കുറെ ആൾക്കാർ വരാത്ത പോലെ വന്നിട്ടാ ടാറ്റ കാണിച്ചിക്കണ് വോട്ട് ചെയ്യാൻ അങ്ങനെ ജയിച്ചു പോയിന്നാണ്. പിന്നെയാണ് KT ജലീലും കുഞ്ഞാലിക്കുട്ടിയും കൂടിയില്ല മത്സരം നടന്നത്. അതിലൊന്നും ഇവർക്ക് പള്ളറച്ചാണ്ട് ഇവർക്കാണ് കിട്ടി. അന്നിന് ശേഷം ഈ ലീഗിന്റെ നേതാക്കന്മാർ എല്ലാ അടുക്കളയിലും പോയിട്ട് പാത്രം കഴുകൽ തുടങ്ങി. ആ ഒരു ഇതാണ് ഇവർക്ക്. ഇപ്രാവശ്യം പൊടി ഈ പിടിച്ച് കിടന്നിരുന്ന ഒരുപാട് പൈസ ഉണ്ടായിരുന്നു ഇവരെ കഴിക്കുക. അത് ഞാൻ കാരണം അവർ കഴിഞ്ഞ പ്രാവശ്യം അപ്പുറത്തെ പ്രാവശ്യം കൊടുത്തിട്ട് ഡബിൾക്ക് പൈസ വില അണ്ട് എറിഞ്ഞു. അതിനാണ് ഇവർ ജയിച്ചിട്ടുള്ളത്. കമന്റ് ചെയ്ത ആൾക്കാരോട് എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ, പൊന്നാര മൂര്യാളെ, ഇവിടെ നിങ്ങൾ നല്ല അമലുകൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനായാലും സഖാവാണ്, നിങ്ങൾ ലീഗുകാരനാണ്, നിങ്ങളായാലും നമ്മളിവിടെ നല്ലത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എടുക്കുള്ളൂ. അല്ലാതെ ഞാൻ LDFന് വേണ്ടിയിട്ട് പ്രചരണം നടത്തിയിട്ടും നിങ്ങൾ ലീഗിന് വേണ്ടിയിട്ട് പ്രചരണം നടത്തി അവിടെ സ്വർഗത്ത് കിടക്കില്ല. സ്വർഗം വേണോ നിങ്ങൾ നല്ല അമല് ചെയ്തോളൂ. പിന്നെ നമ്മളെ മണ്ഡലം ഇങ്ങനെ തന്നെ കിടക്കണോ? ഇതിനിങ്ങനെ അല്ലാതെ നിങ്ങൾ മാറ്റി പിടിച്ചോളൂ. ഇതൊന്നും ശരിയല്ലട്ടാ.